കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പൂക്കാട്ടുപടിയിൽ മനോഹരമായിട്ടുള്ള ഒരു വീട് 3.6 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച 3 ബെഡ്റൂം വീടാണിത്. വീട് വരുന്നത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ്. വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മോഡേൺ ബോക്സി ടൈപ്പ് എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. ധാരാളം ബോക്സ് ടൈപ്പ് എലമെൻറ്റുകൾ വീടിൻ്റെ എലവേഷനിൽ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന ടാർ റോഡാണ്. ഏകദേശം 5 മീറ്റർ വിഡ്ത്തുള്ള ടാർ റോഡാണിത്. വീടിൻ്റെ മതിലിൽ നിന്ന് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിലിൻ്റെ പാറ്റേൺ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ടെക്സ്ചർ വർക്കുകൾ കാണാം. ഇവിടെ ഒരു പില്ലറിലൊരു ഗേറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. GI ഷീറ്റും സ്ക്വേർട്ടവും അതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ മതിൽ നൽകിയിരിക്കുന്നത്. ഈ ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുമ്പോൾ വിശാലമായിട്ടുള്ള മുറ്റം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. 2 വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ്. സിന്തറ്റിക് ഗ്രാസ് അതിനിടയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കാർപോർട്ടിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്ത് നമുക്കൊരു പില്ലർ കാണാം. അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലും ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 3.6 സെൻറ്റ് സ്ഥലമായതുകൊണ്ട് തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസ് കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത് വടക്കോട്ടേക്കാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് കിണർ വെള്ളം അവൈലബിൾ ആണ് ഈ വീടിന്. അത് പുറകുവശത്താണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ KW വാട്ടർ കണക്ഷനും ഇവിടെ നൽകിയിട്ടുണ്ട്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പോകാം. അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് നീളത്തിലാണ് നൽകിയിരിക്കുന്നത്. ഒരു ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് മെയിൻ ഡോർ വരുന്നത്. മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ. ഇവിടെ നല്ലൊരു ഹാൻഡിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ 2 പാളികളിലായിട്ടാണ് ഈ ഡോറ് നൽകിയിരിക്കുന്നത്. ഡോർ തുറന്നാൽ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. ഇതാണ് ലിവിങ് സ്പേസ്. ഏകദേശം അത്യാവശ്യം ഒരു 12 അടി വലിപ്പമുള്ള ലിവിങ് സ്പേസാണ്. ഏകദേശം ഒരു 10 അടിയോളം വീതിയും ഉണ്ടാകും. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ. ഒരു L ഷേപ്പിലുള്ള സോഫ ഇടാൻ പറ്റിയ ഒരു സ്പേസാണിത്. 2 വശത്തും ജനലുകൾ വരുന്നുണ്ട്. ജനലുകൾക്ക് മുഴുവൻ സ്റ്റീലിൻ്റെ അഴികളാണ് കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വളരെ സിമ്പിളായിട്ടാണ് TV യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത്. ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വുഡൻ ഡിസൈനാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ മുകളിൽ ഫോൾ സീലിംഗ് വർക്കും വളരെ മിനിമലിസ്റ്റിക് ഡിസൈനിൽ നൽകിയിട്ടുണ്ട്. ലിവിങ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏകദേശം ഒരു 10 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇരിക്കാവുന്ന രീതിയിലുള്ള വലിയൊരു സ്പേസ് തന്നെയാണിത്. ഇവിടെ നമുക്ക് ഈ ലിവിങ് സ്പേസിനും ഡൈനിങ് സ്പേസിനും വാഷ് കൗണ്ടറിനൊക്കെ ഇരിക്കാനായിട്ട് ചെറിയൊരു പർഗോള ഇവിടെ നൽകിയിട്ടുണ്ട്. ഈ ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് വാഷ് കൗണ്ടർ. അത് വരുന്നത് ഇവിടെയാണ്. സെറയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഒരു ഓവൽ ഷേപ്പിലാണ് വാഷ് ബേസിൻ. കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാനിറ്റി കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്ക് അതേപോലെ തന്നെ നേരത്തെ കണ്ടതുപോലെ തന്നെ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടാണ് ഇവിടെയും വരുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ വരുന്നത്. ഇവിടെ 2 ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പോലെ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് അതിൻ്റെ മുകളിൽ നൽകിയിരിക്കുന്നത്. ഈ കിച്ചണിലേക്ക് വരുമ്പോൾ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന വുഡൻ ഡിസൈനിൽ വരുന്ന ടൈലുകളാണ്. L ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. താഴെയും മുകളിലുമായിട്ട് കബോർഡുകളാണ്. Y+ വുഡൻ ഡിസൈനിലാണ് കബോർഡുകൾ ഒരുക്കിയിരിക്കുന്നത്. കിച്ചന് പുറത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് നിർമ്മിച്ച് നൽകുന്നതാണ്. ഇവിടെയാണ് ആ സ്പേസ് വരുന്നത്. ഇവിടെയാണ് 1ാമത്തെ ബെഡ്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. 13x12 വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണിത്. 2 വശത്തും ജനലുകൾ വരുന്നുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലാണ് വരുന്നത്. അതുപോലെ തന്നെ വാർഡ്രോബ് ഒരുക്കിയിരിക്കുന്നത് ഇവിടെയാണ്. ഒരു ഡ്രസ്സിങ് ഏരിയ കൂടി വാർഡ്രോബിൻ്റെ ഭാഗമാണ്. ഇത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ വാർഡ്രോബ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട്. കോവ് ലൈറ്റിംഗ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് PVCയിലാണ് വരുന്നത്. ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് വാൾ ടൈലുകൾക്ക് നൽകിയിരിക്കുന്നത്. അത് ഗ്ലോസി ഫിനിഷിംഗാണ് വാൾ ടൈൽ. ഇവിടെ ഒരു സെറയുടെ വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെയാണ് സാനിറ്ററി ഫിറ്റിങ്സുകളെല്ലാം. ക്ലോസറ്റും ഈ ഭാഗത്ത് വരുന്നു. ഈ ഭാഗത്തായിട്ടാണ് ഷവർ വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് ഈ ബാത്റൂം. താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ്. ഹാൻഡ് റെയിൽ ഇവിടെ സ്റ്റീലിലാണ് വരുന്നത്. ഇവിടെ ഒരു വുഡൻ പില്ലർ വരുന്നുണ്ട്. സ്റ്റെപ്പുകളിൽ ഫുൾ ബോഡി ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു 3 പാളി ജനല
നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു പർഗോളയും നൽകിയിരിക്കുന്നതായിട്ട് കാണാം. ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ അപ്പർ ലിവിങ് ഏരിയ ആണ്. അപ്പർ ലിവിങ് ഏരിയ ഒരു എൽ ഷേപ്പിലുള്ള ഏരിയയാണ് വരുന്നത്. ഇവിടെ ഹാൻഡ് റൈൽ നമ്മൾ സ്റ്റീലിൽ നേരത്തെ പറഞ്ഞിരുന്നു, നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ ഫോൾ സീലിംഗ് വർക്കാണ്. ചെറിയ കോവ് ലൈറ്റിങ്ങും LED മിൽക്കി വൈറ്റ് LED ലൈറ്റിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്, താഴത്തെ നിലയിൽ 1 ബെഡ്റൂം, ടോട്ടൽ 3 ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബ് ഒരുക്കുന്നത് ഏകദേശം ഇതേ മോഡലിൽ തന്നെയാണ്. അത്യാവശ്യം ഈ മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്കുകളൊന്നും ഈ ബെഡ്റൂമിൽ നൽകിയിട്ടില്ല. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെ വിശാലമാണ് ഈ ബാത്റൂം. ടൈലുകൾക്ക് ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകൾ തന്നെ നൽകിയിട്ടുണ്ട്. സ്പേസ് സെയിം തന്നെയാണ്, ഫിറ്റിങ്സ് സെറൈഡ് തന്നെ. മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. നേരത്തെ കണ്ട ബെഡ്റൂം ഏകദേശം സ്ക്വയർ ടൈപ്പ് ആയിരുന്നെങ്കിൽ ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. 2 വശത്തും ജനലുകൾ നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ കബോർഡ് വരുന്നത് ഈ മുകൾ ഭാഗത്തായിട്ട്, ഈ ഭാഗത്തായിട്ടാണ്. നമുക്ക് ഒരു സ്ലാബ് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ടാണ് വരുന്നത്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ്. ഇതാണ് ബാത്റൂം. ടൈലുകൾക്ക് മാത്രമാണ് വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ക്ലോസറ്റും ഫിറ്റിങ്സുകളും എല്ലാം സെയിം തന്നെയാണ്. വീടിന് ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ യൂട്ടിലിറ്റി സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് സാധാരണ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരാറ്. ഇവിടെയും അത് തന്നെ നൽകിയിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ ഏരിയ ചെയ്തിരിക്കുന്നത് ഷീറ്റ് വർക്കിലാണ്. ഫ്ലോറിൽ ഉപയോഗിച്ചിരുന്ന നല്ല ഗ്രിപ്പുള്ള ടൈലുകളുമാണ്. ഇനി ബാൽക്കണി കൂടിയാണ് നമുക്ക് കാണാനുള്ളത്. അങ്ങോട്ട് പോകാം. ഇനി ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. ഇതാണ് ബാൽക്കണി. നല്ല വലിപ്പമുള്ളതാണ് ബാൽക്കണി. ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്നത് ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ്. ഒരു പില്ലർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ടെക്സ്ചർ വർക്കും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്കുള്ള ദൂരം വരുന്നത് ഏകദേശം 10 കിലോമീറ്ററാണ്. ആലുവയിലേക്ക് ഒരു 7 കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടാകും. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററാണ് ദൂരം. മെയിൻ ബസ് റൂട്ടിലേക്ക് ഒരു 300 മീറ്റർ മാത്രമാണ് ദൂരമെന്ന് പുക്കാടുടി ജംഗ്ഷന് തൊട്ടടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ വില നമുക്ക് താഴെ പോയി എന്ന് പറയും. 3.6 സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 1600 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂമുകളുള്ള മനോഹരമായിട്ടുള്ളൊരു വീട്. വീട് വരുന്നൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിലാണ്. നല്ലൊരു 150ഓളം വില്ലകൾ വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. ഈ വീടിൻ്റെ വില 58 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. നന്ദി, നമസ്കാരം.